പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മലയാളി താരമായിട്ടുള്ള ജിതിൻ എംഎസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിലായാലും ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റിന് വേണ്ടി മികച്ച പ്രകടനമാണ് ഈ ഒരു മലയാളി താരം കാഴ്ചവെക്കുന്നത്. മാത്രമല്ല ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ പ്ലേയേഴ്സിന്റെ ലിസ്റ്റിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ജിതിൻ ഉള്ളത്. 4 അസിസ്റ്റുകൾ ഇതിനോടകം തന്നെ ജിതിന്റെ പേരിലുണ്ട്. ജിതിന്റെ നോർത്ത് ഈസ്റ്റിനോടൊപ്പമുള്ള കോൺട്രാക്ട് അടുത്ത മാസം ജൂൺ 8 അവസാനിക്കുകയാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ജിതിന്റെ കോൺട്രാക്ട് പുതുക്കാനായിട്ട് നോർത്ത് ഈസ്റ്റ് ചർച്ചകളെല്ലാം നടത്തുന്നുണ്ട്. ജിതിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതാണ് നോർത്ത് ഈസ്റ്റിന്റെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ അജാറയുടെ കോൺട്രാക്ട് പുതുക്കാനായിട്ടും നോർത്ത് ഈസ്റ്റിന് താല്പര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നോർത്ത് ഈസ്റ്റിന്റെ മലയാളി താരമായിട്ടുള്ള ജിതിൻ എംഎസ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ചെറുപ്പത്തിൽ താനൊരു പാവപ്പെട്ടവൻ തന്നെയായിരുന്നു. തന്റെ പിതാവ് ഒരു ഡെയിലി വേജ് വർക്കറായിരുന്നു. തൃശ്ശൂരിൽ ഒല്ലൂർ എന്ന സ്ഥലത്ത് ഒരു തെങ്ങ് കയറ്റക്കാരനായിരുന്നു അദ്ദേഹം. തന്റെ ചെറുപ്പത്തിൽ താൻ അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം ജിതിൻ എംഎസ് എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം കാരണം കൊണ്ട് തന്നെയാണ് താൻ ഇന്ന് ഈ ഒരു നിലയിലെത്തിയിരിക്കുന്നത്. തനിക്കിപ്പോഴൊരു വീടുണ്ട്. താൻ ഫുട്ബോൾ കളിച്ച് നേടിയ ഒരു പൈസ കൊണ്ടാണ് താൻ വീട് വെച്ചത്. തന്റെ ജീവിതത്തിൽ ഫുട്ബോളാണ് എല്ലാം നൽകിയത് എന്നും ജിതിൻ എംഎസ് പറഞ്ഞിരുന്നു. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില പ്ലേയേഴ്സിന്റെ കോൺട്രാക്ട് അടുത്ത വർഷത്തോടെ അവസാനിക്കാറായിട്ടുണ്ട്. ബോസ്മാൻ നിയമപ്രകാരം അതായത് ഒരു പ്ലെയർക്ക് മറ്റു ക്ലബ്ബുകളുമായി ചർച്ച നടത്താനോ പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനോ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള പെപ്ര, അലക്സാണ്ടർ കൊയ്ഫ്, നവോച്ച സിംഗ്, രാഹുൽ KP, ഈശാൻ പണ്ഡിത, സൗരവ് മണ്ഡൽ, ബിജോയ് വർഗീസ് എന്നിവരുടെ കരാറ് 2025 മെയ് മാസത്തിലാണ് അവസാനിക്കുന്നത്. ഈ പ്ലേയേഴ്സിന് ഈ ഡിസംബർ മുതലോ ജനുവരി മുതലോ മറ്റ് ക്ലബ്ബുകളുമായി ചർച്ച നടത്താനും വേണമെങ്കിൽ പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്യാനും സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പെപ്ര, നവോച്ച സിംഗ് എന്നിവർക്കും ബോസ്മാൻ നിയമം യൂസ് ചെയ്യാൻ സാധിക്കും. വരുന്ന 2 മാസത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പ്ലേയേഴ്സിന് കരാർ നൽകിയില്ലെങ്കിൽ ഈ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.